ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ചെറിയുള്ളി കൊണ്ടുള്ള ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. ഈ ഒരു തോരൻ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എല്ലാവരും. അപ്പോൾ എങ്ങനെയാണ് ഈ ചെറിയുള്ളി തോരൻ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം നന്നായി പൊട്ടിക്കഴിയുമ്പോൾ ഒരു വറ്റൽമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞത് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയുള്ളി നന്നായി വാടിക്കഴിയുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. വറ്റൽമുളക് നേരത്തെ ചേർത്തത് കൊണ്ട് എരിവ് നോക്കിയതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയൊക്കെ നന്നായി വഴണ്ടു വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരണ്ടിയത് കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഉഗ്രൻ ടേസ്റ്റിലുള്ള ഒരു തോരനാണ് കേട്ടോ ഇത്. ചോറിനൊക്കെ സൈഡ് ഡിഷായിട്ട് ഇത് മാത്രം മതി, വേറെ കറികളുടെ ആവശ്യമേ വരില്ല. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുകയൂടി ചെയ്യണം കേട്ടോ. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും.